Hi, good morning. Say good morning. Okay, hope all are fine there. Am I right? Okay, I'm going well. Then all of you listen here. In the previous class we start a beautiful story. Did you remember? Did you read the story? How many times? Yes, 3 times. Okay, very good. Then can you say the name of the story? Yes, the yellow butterfly. And we discussed some parts. The story of the story is the yellow butterfly. And in that story we can see a boy. What is his name? Yes, Sonu. And our story begins in Sonu's garden. A yellow butterfly flew to Sonu's garden, flew around in Sonu's garden. On seeing the butterfly, Sonu want to catch the butterfly, so he tried to catch the butterfly. He chased the butterfly from the rose to the lotus and up the peach tree, but he could not catch the butterfly. Isn't it? Thus, he climbed up the peach tree. The butterfly flew down to that tree, and Sonu jumped to. Then he searched the butterfly everywhere, but he could not find out the butterfly. At last, he find out the butterfly. അത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ നമുക്ക് റിമൈനിങ് പാർട്ട് നോക്കാം. Are you ready? Okay. The yellow butterfly. There was a big spider's web in a peach tree. Sonu could not see it at all. He looked everywhere. At last he saw the butterfly. അപ്പൊ സോനു എല്ലായിടത്തും ബട്ടർഫ്ലൈയെ സെർച്ച് ചെയ്തു, പക്ഷെ അവൻ ആദ്യം കണ്ടെത്താനായില്ല. പിന്നീട് അവൻ കണ്ടുപിടിച്ചു. എവിടെയാണെന്ന് അറിയോ? ലിസൺ. There was a big spider's web in a peach tree. പീച്ച് ട്രീയിൽ ഒരു സ്പൈഡറിന്റെ വെബ് ഉണ്ടായിരുന്നു. ഒരു വലിയ സ്പൈഡറിന്റെ ഒരു വെബ് ഉണ്ടായിരുന്നു. ഒരു വലിയ ചിലന്തി വല ഉണ്ടായിരുന്നു. The butterfly was caught in the spider's web. അപ്പോ സോനുവിൽ നിന്ന് തെന്നി മാറി ബട്ടർഫ്ലൈ എവിടേക്കാ പോയത്? നേരെ ചെന്ന് നമ്മളുടെ സ്പൈഡർ വെബില് കുരുങ്ങി. It looked sad as it tried to escape. It looked sad as it tried to escape. അപ്പൊ സോനു നോക്കുമ്പോ എന്താണ്? ദുഃഖിതയായിട്ടുള്ള, അതായത് സങ്കടത്തോടു കൂടി നമ്മുടെ ബട്ടർഫ്ലൈ സ്പൈഡർ വെബിൽ ഇരിക്കുന്നുണ്ട്. അത് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ദുഃഖിതയായി സ്പൈഡർ വെബിൽ ഇരിക്കുന്ന ബട്ടർഫ്ലൈയെ സോനു കണ്ടു. It fluttered its wings. ചിറകൊക്കെ വീശി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. It twisted and torn. അത് ട്വിസ്റ്റ് ചെയ്ത് വളഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും ഒക്കെ അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. But it could not escape. അപ്പൊ അതിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവന് ബട്ടർഫ്ലൈക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എവിടെയാ കുരുങ്ങിയിരിക്കുന്നത്? സ്പൈഡേഴ്സ് വെബിലാണ് അല്ലെ. അപ്പൊ ഇതൊരു പ്രത്യേക തരം പശ പോലെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഒട്ടിപ്പിടിച്ച് നമ്മളുടെ ബട്ടർഫ്ലൈ, പാവം യെല്ലോ ബട്ടർഫ്ലൈ ഇരിക്കുകയാണ്. The spider's web held it tight. അപ്പൊ സ്പൈഡേഴ്സ് വെബിലെ ടൈറ്റ് ആയിട്ട് കുരുങ്ങി ബട്ടർഫ്ലൈ ഇരിക്കുകയാണ്. അപ്പൊ poor butterfly. On seeing this, Sonu said, "Poor butterfly, pavam butterfly." In the middle of the web was a big spider. അപ്പൊ സ്പൈഡർ വെബിന്റെ മിഡിലായിട്ട് ആരിയ്ക്കുന്നുണ്ട്? സ്പൈഡർ. അപ്പൊ നമുക്കറിയാലേ, സ്പൈഡർ വലയൊക്കെ നെയ്ത് ഒരു കെണി വെച്ചിട്ട് അവന് അതിന്റെ മിഡിലിൽ ഇരിക്കൂലേ. എന്നിട്ട് എന്ത് ചെയ്യും? പ്രാണികളൊക്കെ അതിൽ ചെന്ന് കുരുങ്ങുന്ന സമയത്ത് അവൻ മെല്ലെ വന്ന് അവയെ ഭക്ഷിക്കൂലേ. അങ്ങനെയാണ് സ്പൈഡർ ഫുഡ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഓക്കെ. In the middle of the web was a big spider. It looked hungry. അപ്പൊ അതിനെ നോക്കിയപ്പോ എന്താണ്? അത് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു സ്പൈഡർ വെബിന്റെ മധ്യത്തിലായിട്ട് മിഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. It wanted to catch the butterfly. അപ്പൊ അതിന് വിശപ്പുണ്ട്. അപ്പൊ അതിന് ഫുഡ് വേണം അല്ലെ. അപ്പൊ അതിന് ബട്ടർഫ്ലൈയെ കഴിക്കണം. Closer and closer crawled the black spider. ഇപ്പൊ ബ്ലാക്ക് കളറിലുള്ള സ്പൈഡർ ആണ്. അത് എന്ത് ചെയ്തു? അത് പതിയെ പതിയെ ക്ലോസ് ചെയ്തു. അങ്ങനെ ബട്ടർഫ്ലൈയുടെ അടുത്തേക്ക് അങ്ങനെ വരികയാണ്. ക്രോൾ ചെയ്ത് എഴഞ്ഞെഴഞ്ഞ് ബട്ടർഫ്ലൈയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബട്ടർഫ്ലൈയെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. Before the hungry spider could grab it, Sonu ran and he caught the butterfly.
അപ്പോ നമ്മളുടെ സ്പൈഡർ, ബ്ലാക്ക് സ്പൈഡർ, ബിഗ് ബ്ലാക്ക് സ്പൈഡർ ബട്ടർഫ്ലൈയെ പിടിക്കാൻ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് കണ്ടപാടെ നമ്മളുടെ സോനു എന്ത് ചെയ്തു എന്നറിയോ? സ്പൈഡർ പിടിക്കുന്നതിന് മുന്നേ അവൻ ഓടിച്ചെന്ന് ആ വെബിൽ നിന്ന് നമ്മളുടെ യെല്ലോ ബട്ടർഫ്ലൈയെ പൊക്കിയെടുത്തു, രക്ഷിച്ചു. അപ്പോ ഹംഗ്രി ആയിട്ടുള്ള വിശന്നിരിക്കുന്ന ആ ഒരു സ്പൈഡർ നമ്മളുടെ ബട്ടർഫ്ലൈയെ ഗ്രാബ് ചെയ്യുന്നതിന് മുന്നേ, മുറുകെ പിടിക്കുന്നതിന് മുന്നേ അവൻ ഓടിച്ചെന്ന് നമ്മളുടെ യെല്ലോ ബട്ടർഫ്ലൈയെ സോനു രക്ഷിച്ചു. ഇറ്റ് വാസ് സോ പ്രിറ്റി. ആ ബട്ടർഫ്ലൈ എങ്ങനെയായിരുന്നു? വളരെ സുന്ദരിയായിരുന്നു. ഇറ്റ് ഹാഡ് ബ്രൗൺ സ്പോട്ട് ഓൺ ഇറ്റ്സ് യെല്ലോ വിങ്സ്. അതിന്റെ യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈ ആണ് അല്ലെ. യെല്ലോ കളറിലുള്ള വിങ്സില് ബ്രൗൺ കളറിലുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ യെല്ലോ കളറിലുള്ള വിങ്സില് ചെറിയ ബ്രൗൺ കളറിലുള്ള കുത്തുകളും ഉണ്ടായിരുന്നു. സോനു ലവ്ഡ് ദ ലിറ്റിൽ ബട്ടർഫ്ലൈ. സോനുവിന് എന്താണ്? ആ ലിറ്റിൽ ബട്ടർഫ്ലൈ വളരെ ഇഷ്ടമായി. ബട്ട് ഇറ്റ് ലുക്ക് സാഡ് ഇൻ സോനൂസ് ഹാൻഡ്. അപ്പൊ സോനുവിന് ബട്ടർഫ്ലൈ കിട്ടിയ സന്തോഷമാണ് അല്ലെ. സോനു നോക്കിയപ്പോ ബട്ടർഫ്ലൈ കയ്യിൽ ദുഃഖിതയായിട്ട് ഇരിക്കുന്നതായിട്ടാണ് സോനുവിന് തോന്നിയത്. സോനു വാണ്ടഡ് ഇറ്റ് ടു ബി ഹാപ്പി. അപ്പൊ സോനുവിന് ബട്ടർഫ്ലൈയെ ഇഷ്ടമായി, അവന്റെ കയ്യിൽ കിട്ടി അല്ലെ. അപ്പൊ സോനു വളരെ ഇഷ്ടത്തോടു കൂടി ബട്ടർഫ്ലൈയെ നോക്കി. അപ്പൊ ബട്ടർഫ്ലൈ എങ്ങനെയാണ്? അത് വളരെ ദുഃഖിതയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സോനുവിന് പാവം തോന്നി. അവൻ എന്ത് വിചാരിച്ചു? സോനു വാണ്ടഡ് ഇറ്റ് ടു ബി ഹാപ്പി. അപ്പൊ സോനുവിന് ബട്ടർഫ്ലൈ ഹാപ്പി ആയിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. ഗോ സെഡ് സോനു, ഫ്ലൈ അവേ. അപ്പൊ സോനു എന്ത് ചെയ്തു എന്നറിയോ? പൊയ്ക്കോളൂ എന്ന് പറഞ്ഞവൻ കൈ നിവർത്തി പിടിച്ച് ബട്ടർഫ്ലൈയെ പോവാൻ സമ്മതിച്ചു. ഹി ലെറ്റ് ദ ബട്ടർഫ്ലൈ ഗോ. അങ്ങനെ സോനു ബട്ടർഫ്ലൈയെ പോവാൻ അനുവദിച്ചു. ഇറ്റ് സാറ്റ് ഓൺ ദ റെഡ് റോസ്. സോനുവിന്റെ കയ്യിൽ നിന്ന് പാറി ബട്ടർഫ്ലൈ എവിടെ പോയിരുന്നു എന്നറിയോ? റെഡ് റോസിൽ പോയിരുന്നു. ഇറ്റ് ഫ്ലൂ ടു ദ പീച്ച് ട്രീ ആൻഡ് ദെൻ സെയിൽഡ് ഓൺ എ ലോട്ടസ് ലീഫ്. ഇറ്റ് മേർലി ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. അപ്പൊ സോനുവിൽ നിന്നും സ്പൈഡറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ബട്ടർഫ്ലൈ വളരെ സന്തോഷത്തിലാണ് അല്ലെ, ഹാപ്പിയായി. അപ്പൊ എന്ത് ചെയ്തു? റെഡ് റോസിൽ പോയിരുന്നു, അവിടുന്ന് ലോട്ടസിൽ പോയിരുന്നു, പീച്ച് ട്രീയിൽ പോയിരുന്നു. അങ്ങനെ പറന്ന് കളിച്ചു. സന്തോഷത്തോടു കൂടി അവൾ ആകെ ഗാർഡനില് പറന്ന് കളിച്ചു. സോനു വാച്ച്ഡ് ഇറ്റ് ഫ്ലൈ ആൻഡ് ഫ്ലൈ. സോനു അവളുടെ ആ ഒരു അവളുടെ പറക്കല് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവളുടെ ആ ഒരു കളിയും അവളുടെ സന്തോഷവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സോനു നിന്നു. ദ ബട്ടർഫ്ലൈ ഫ്ലൂ ഓൾ അറൌണ്ട് സോനൂസ് ഗാർഡൻ, ഹാപ്പി ആൻഡ് ഫ്രീ വൺസ് അഗെയിൻ. സോനുവിന്റെ ഗാർഡനിൽ ആകെ ബട്ടർഫ്ലൈ പറന്ന് നടന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ സോനുവിന്റെ ഗാർഡനിലൂടെ പാറിക്കളിച്ചു. എന്തുകൊണ്ടാണ്? അവള് വളരെ സന്തോഷവതിയാണ് അല്ലെ. അവൾക്ക് ഫ്രീഡം ലഭിച്ചു. സ്പൈഡറിൽ നിന്ന് രക്ഷപ്പെട്ടു, സോനുവിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അല്ലെ, ഫ്രീഡം ആണ് വേണ്ടത്. അപ്പൊ അത് കിട്ടി. അവള് വളരെ സന്തോഷത്തോടു കൂടി സോനുവിന്റെ ഗാർഡനില് പാറിക്കളിച്ചു. അത് കണ്ടുകൊണ്ട് നമ്മളുടെ സോനു സന്തോഷവാനായി നോക്കി നിന്നു. Did you enjoy the story? Okay, it was written by നീലിമ സിൻഹ. അപ്പൊ നീലിമ സിൻഹ എഴുതിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ കണ്ടത് അല്ലെ. ഇറ്റ് വാസ് എ സ്റ്റോറി ഓഫ് എ യെല്ലോ ബട്ടർഫ്ലൈ ആൻഡ് എ അൺഹർട്ടഡ് ബോയ് സോനു. ഓക്കെ, സോനു saw a beautiful butterfly, a yellow butterfly in his garden, and he loved the butterfly, so he wanted to catch the butterfly, and he tried to catch the butterfly. He chased the butterfly. He caught the butterfly. At last, the butterfly trapped into a spider web, and in the middle of the spider web there was a spider, and he was very hungry, so he wanted to eat this butterfly. Before the hungry spider could grab it, Sonu ran and caught the butterfly, and he escaped the butterfly. Then he looked the butterfly on his hand. He looked the butterfly. It was very pretty. It has a yellow wings, and on the wings there is some brown colored spots. On seeing this, it was a pretty butterfly, and Sonu became very happy, and he loved the butterfly. But the butterfly was very sad. On seeing this, Sonu wanted it to be happy. Sonu set the butterfly
fly away. Okay, thus our yellow butterfly become very happy because that get freed. It get freedom. So the butterfly flew all around in Sonu's garden in Merli. Okay, on seeing this, Sonu become very happy. Okay, അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റോറി. അപ്പൊ മറ്റുള്ള ജീവികളോട് ദയാലുവായിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ് പഠിച്ചത് അല്ലേ. God created many beautiful things on this world, so we are responsible to protect the precious life of every creatures. Okay, so all of you try to protect the precious life of every creatures. Okay, that's enough today. All of you read the story very well, and then in the next class we will discuss the new words and question answer. Okay, so it's a time to wind up our class. So we will meet again. Bye. See you.